ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. രാവിലെ തന്നെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വിൻ്റർ സീസണൊക്കെ അതേ ഇവിടെ കഴിഞ്ഞു, സമ്മർ സീസണിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുർബാനയുടെ ടൈം കാര്യങ്ങളെല്ലാം മാറ്റി. ഇത്രയും നാൾ 9 മണിക്കായിരുന്നു, ഇപ്പോൾ 8 മണിക്കാണ്. അപ്പോൾ നമ്മുടെ സമയമായിക്കൊണ്ടിരിക്കുന്നു, 7:45 അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോകണം. ഇവിടുന്ന് അധികം ദൂരമില്ലേ, കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ കുർബാനയ്ക്കൊക്കെ പോയി വന്നിട്ട് 5 കിലോമീറ്റർ ഇവിടുത്തെ പള്ളിയിലേക്ക് 5 കിലോമീറ്റർ. അപ്പോൾ അത് കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് 5 കാറ്റഗീസ് ഉണ്ട്. 5 കാറ്റഗീസൊക്കെ കഴിഞ്ഞ് പിന്നീടേ വരുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും വേഗം വീട്ടിൽ വന്ന് കുക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ചെറിയ കിച്ചൺ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോകാൻ വേണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഓരോരുത്തരായിട്ട് ഇതാ വണ്ടിയൊക്കെ എടുത്ത് പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് രാവിലെ തന്നെ. അങ്ങനെ ഞങ്ങളിതാ പള്ളി എത്തിയിട്ടോ. പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി ലഞ്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ. അപ്പോൾ ലഞ്ച് ഉണ്ടാക്കാനുള്ള കുറച്ച് കട്ടിങ്, ക്ലീനിങ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ, ഇവിടെ പറയുന്നത് സബ്ജി എന്നാണ്. അപ്പോൾ ഇത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീറ്റ്റൂട്ട് ഉണ്ട്, പിന്നെ ഇത് ബീൻസ്, പിന്നെ ഇത് ഞാനിവിടെ നിങ്ങളെ എല്ലാ വർഷവും കാണിക്കാറുണ്ട്, തണുപ്പത്ത് കിട്ടുന്നതാണെന്നും പറഞ്ഞു, പർവൽ എന്നും പറഞ്ഞുള്ള ഒരു ഐറ്റം. അപ്പോൾ ഇത് ഞങ്ങൾ തണുപ്പ് കാലത്തൊക്കെ നമുക്കിത് നന്നായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്, ഇത് വാങ്ങിച്ച് ഇത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉരുളക്കിഴങ്ങ് ഒരു 3-4 എണ്ണം ചെറുത് എടുത്ത് നീളത്തിൽ, എല്ലാം ഞാൻ നീളത്തിൽ തന്നെയാട്ടോ കട്ട് ചെയ്തെടുത്തേക്കണം. അപ്പോൾ ഇത് വെച്ചുള്ള നല്ലൊരു അടിപൊളി ഉപ്പേരിയാണ് നമ്മളിന്ന് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടൊക്കെ വേണം ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ ഇതിങ്ങനെ ഒരു ഐറ്റം. പിന്നെ ഇവിടെ നമ്മൾ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തിരിക്കുക കേട്ടോ, നീളത്തിൽ കട്ട് ചെയ്ത്, ഇഞ്ചിയും കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ വറ്റൽമുളക്, പിന്നെ ഒരു സബോള കട്ട് ചെയ്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഇതൊരു ചെറിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ഒരു മോരുകറി ഉണ്ടാക്കണം. അപ്പോൾ മോരുകറിക്കുള്ള തേങ്ങ നമ്മൾ ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയും ജീരകവും കൂടെ അരച്ച് ജസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കിനി ഓരോരോ ജോലികളായിട്ട് വേഗം തീർക്കണം. പിന്നെ അരി കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ട്. പക്ഷേ ചോറ് വയ്ക്കേണ്ട ആവശ്യമില്ല. ചോറ് ഭക്ഷണം കഴിക്കാറാകുമ്പോൾ ഒരു 12-12:30 ആകുമ്പോൾ വെച്ചാൽ മതി കേട്ടോ. അരിയൊക്കെ കഴുകി കുക്കറിൽ വെള്ളമൊക്കെ ഒഴിച്ച് അരി കഴുകി ഇങ്ങനത്തെ ജോലികൾ ഈ ജോലികളെല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിട്ട് ചെയ്തത്. അല്ലെങ്കിൽ നമുക്കൊന്ന് വേഗത്തിൽ ജോലി തീർത്ത് കടയിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതാണ് കൊണ്ട് ചായട്ടിനെ സഹായിച്ചത് ഫുൾ. അപ്പോൾ ഇനി നമ്മൾ കുക്കിംഗ് കാര്യങ്ങളിലേക്ക് കിടക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മോരുകറി ഉണ്ടാക്കാം. മോരുകറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ചട്ടി, നമ്മുടെ മൺചട്ടി കേട്ടൊന്ന് വെച്ചിരിക്കുന്നത്. ചട്ടി ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് ഏറ്റവും ആദ്യം തന്നെ ഒഴിക്കുന്നത് നമ്മുടെ അരപ്പാണ്. അരപ്പ് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ. കറിവേപ്പിലൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല, കറിവേപ്പില ഇല്ലാത്ത ടൈമാണ്. നമുക്ക് ജാറൊക്കെ ഒന്ന് വാഷ് ചെയ്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ജാറൊക്കെ ഇത്തിരി ഒന്ന് വെള്ളം ഒഴിച്ച് ചിരിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തിരി കൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇതായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറവുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മുടെ അരപ്പിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ മോരൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. മോരിൻ്റെ പാക്കറ്റ് വാങ്ങിയതാട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന്
ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് മോര് താളിച്ചൊഴിക്കാനായിട്ട് നമുക്ക് വേറൊരു കടായി ഇവിടെ ഇപ്പുറത്ത് വെക്കാം. നമ്മുടെ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഉള്ളിയും വേറെ ഐറ്റംസുകളൊന്നും താളിച്ചൊഴിക്കാനുള്ളത് കടുകും ഉലുവയും ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇത് അരപ്പ് മാത്രമാണ്. ഇതിനകത്തേക്ക് നമ്മൾ അരപ്പൊന്ന് തിളച്ചിട്ട് മോരൊഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് മോര് താളിക്കാനാണ് കേട്ടോ. മോരിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടി. താളിച്ചൊഴിക്കാനുള്ള എനിക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഒരു ഇത്തിരി ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാൻ, അല്ലെങ്കിൽ ഇതെല്ലാം അവിടെ നിറയും. അപ്പം അതുപോലെ അടച്ചു വെക്കണം. അപ്പോഴേക്കും നമ്മുടെ അരപ്പൂടെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി ഫ്ലെയിം കുറച്ച് വെക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് മോര് നമ്മൾ അടിച്ചെടുത്തേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇതാ കടുകും ഉലുവയൊക്കെ നല്ലപോലെ തന്നെ പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മോര് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ തിളപ്പിക്കുന്നില്ല കേട്ടോ. തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ് പോണ പോലെയാവും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി ഇങ്ങനെ ജസ്റ്റ് ഇട്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളക് എല്ലാ ഐറ്റംസും ഞാൻ എന്താ ഇടുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ സെൻറ്ററിൽ വേറൊരു പാൻ ഞാൻ അടച്ചു വെക്കണം. നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കണം. അത് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇവിടെ UP-യിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ സബ്ജിയാണ്. ഫങ്ഷൻ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകുമ്പോൾ മാരേജിനും ബർത്ത്ഡേ പാർട്ടിക്കും അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ അവരിങ്ങനത്തെ ഒരു വെജിറ്റബിൾ സബ്ജി ഉണ്ടാക്കാറുണ്ട്. നല്ലതാട്ടോ, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇത്തിരി ടൈം ടേക്കും. കാരണം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഫ്രൈ ചെയ്ത് കോരിയെടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് പക്ഷേ കറി നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇന്ന് സൺഡേ ആണല്ലോ. അപ്പോൾ സൺഡേക്ക് ഒരു ചെറിയൊരു സ്പെഷ്യലായിരിക്കട്ടെ എന്ന് വെച്ചു. ഇന്നത്തെ സൺഡേ സ്പെഷ്യലായി നമ്മൾ വെജിറ്റബിൾ സബ്ജി ഉണ്ടാക്കണം. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ഓയിലിക്ക് കൂടുതൽ വേണം. അതുകൊണ്ട് ഞാൻ എന്താ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് സവോളയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മോര് കറി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആട്ടോ. ചെറിയ ഒരു തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വലിയ തക്കാളിക്ക് ആണെങ്കിൽ പകുതി ചേർത്താലും മതി. പിന്നെ ഇതധികം പുളിയില്ലാത്ത മോരാണ്. ഞങ്ങൾക്കിപ്പോൾ വിൻ്റർ സീസൺ അങ്ങനെ കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അധികം പുളിയില്ലാത്ത മോരായതുകൊണ്ട് നമ്മൾ തക്കാളി ചേർക്കുമ്പോൾ ഓവർ പുളിയൊന്നും ആവില്ല. ഇപ്പോൾ സവോളയൊക്കെ ഇത് ഇത്രയ്ക്ക് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് എന്താ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വേഗത്തിൽ വഴന്ന് കിട്ടാനായിട്ട് ഞങ്ങൾ ശകലം ഉപ്പ് ചേർക്കേണ്ടത്. നമ്മൾ ഓൾറെഡി മോരിൽ ഉപ്പ് ചേർത്തേക്കണ്ട കേട്ടോ. അതുകൊണ്ട് ശകലം മാത്രം ചേർക്കുന്നുള്ളൂ. ഇതോടെ തക്കാളിയും പിന്നെ സവോളയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാ ഐറ്റംസും ഒരുവിധം നന്നായി വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ശകലം കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി കറിയിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യം മഞ്ഞ കളറൊക്കെ ഉണ്ട്. എന്നാലും പൊട്ടും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കണം. ഓക്കെ, നമുക്കപ്പോൾ ഇനി ഇത് എടുത്ത് നമുക്ക് മോര് കറിയിലേക്ക് ഒഴിക്കാം. ഞാൻ എന്താ താളിച്ചൊഴിക്കുകയാണ്. ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടച്ചു വയ്ക്കാം. മോര് കറി ഞാൻ അടച്ചു വെച്ചിനി ഉപ്പേരി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ഉപ്പേരി നമ്മൾ ഈ ഒരു ഫ്ലെയിമിലേക്ക് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇത് ഇത്തിരി കൂടുതൽ നന്നായി വേഗത്തിൽ തന്നെ ആവും. അപ്പോൾ ഇവിടേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ട് ഓരോരോ ഐറ്റംസ് ആയിട്ട് നമുക്കിനി ഫ്രൈ ചെയ്ത് കോരണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വേഗത്തിൽ തന്നെയാവും. നമ്മൾ നീളത്തിൽ കനം കുറച്ചുകൂടെ കട്ട് ചെയ്തേക്കണം. അപ്പം അതുകൊണ്ട് വേഗം തന്നെ വറുത്ത് കോരി എടുക്കാൻ പറ്റും. കണ്ടില്ലേ,
ഞാൻ പറവലൊക്കെ ഈ രീതിയിലാണ് കട്ട് ചെയ്തേക്കണം. വേഗം ആവും. ഇതിനകത്ത് നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാം കേട്ടോ. കോളിഫ്ലവർ കാര്യങ്ങൾ എനിക്ക് നേരം കിട്ടിയില്ല. കോളിഫ്ലവർ ഒന്നും കട്ട് ചെയ്ത് വെക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. എനിക്ക് കോളിഫ്ലവറൊക്കെ ഇടാനില്ല. നമ്മുടെ കോളിഫ്ലവറൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ, കോളിഫ്ലവർ ഇവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ടൈമില്ല. ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് പോകണം. അതുപോലെ തന്നെ നമ്മുടെ മട്ടർ ഉണ്ടല്ലോ, ഗ്രീൻ പീസ്, അത് നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് ഇരിക്കുന്നുണ്ട്. പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും എടുക്കുന്നില്ല. ക്യാരറ്റ് ഇപ്പോൾ ഇങ്ങനെ റെഡി ആവുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് തക്കാളി വേണം. അപ്പോൾ തക്കാളിയുടെ ശരിക്കും പറഞ്ഞാൽ പ്യൂരിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഒരെണ്ണം നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടല്ലോ. തക്കാളി സ്റ്റോർ ചെയ്യുന്ന വീഡിയോ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഒരു 3-4 ദിവസം മുൻപായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നമ്മളിത് എങ്ങനെയാണ് പ്യൂരിയാക്കി സ്റ്റോർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് വെക്കണമെങ്കിൽ എളുപ്പമുണ്ട്. നമുക്ക് കറിയിൽ ചേർക്കാൻ നല്ല എളുപ്പമാണ്. ഇങ്ങനെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ എടുത്തെടുത്തിപ്പോൾ ഇത്രയ്ക്കായി. ഇനി വേറെ ഒരു ബോക്സിൽ ഇരിപ്പുണ്ട്. ടൈം കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അതാ ക്യാരറ്റ് ഒരു ഇതായിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റ് കോരിയെടുക്കേണ്ട സമയമായി. നമുക്ക് ക്യാരറ്റ് വേഗത്തിൽ കോരിയെടുത്ത് ഇനി അടുത്ത വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിടണമെങ്കിൽ ഒരുമിച്ചിടാം. പക്ഷേ എല്ലാത്തിൻ്റെയും വേവ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ കട്ടിങ്ങിലൊക്കെ ഇത്തിരി വ്യത്യാസം വന്നു കഴിയുമ്പോൾ ചിലത് കരിഞ്ഞു പോകും, ചിലത് വേവില്ല. അപ്പോൾ ഒരുവിധം ഒരുമിച്ച് ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ല. ഇനി എൻ്റെ അടുത്തതിടുന്നത് പറവലാണ്. ഞങ്ങളിതിനെ പറവൽ എന്ന് പറയണത്. ഇതിൻ്റെ മലയാളത്തിൽ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. ഏതാണ്ട് ഒരു കോവയ്ക്ക ടൈപ്പ് ഒരു ഐറ്റമാണ്. എന്താണ് എക്സാക്ട്ലി അതിൻ്റെ വേട് എന്നുള്ളത് അറിയില്ല. ഇനി ഇവിടെ ഞാൻ ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ തന്നെയായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് വെള്ളത്തിൽ നിന്ന് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാവുന്നു. ഉരുളക്കിഴങ്ങ് ഞാൻ എന്താ അങ്ങനെ ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചിരിക്കണം. അപ്പോൾ വെള്ളം പോയി കിട്ടും. നമുക്ക് ഫ്രൈ ചെയ്യുന്നവർക്ക് ആ സമയമാകുമ്പോഴേക്കും നല്ല ഡ്രൈ ആയി കിട്ടും. ഇത് നമുക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പറവലൊക്കെ ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത് പൊരി മാറ്റിയിട്ടുണ്ട്. നല്ല പോലെ തന്നെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതാ ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ എന്താ ബീൻസ് ഇട്ടിട്ടുണ്ട് കടപ്പത്തേക്ക്. ബീൻസ് നമുക്ക് ഇതേപോലെ തന്നെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ഇനി നമ്മളിത് രണ്ടാമതും ഒത്തിരി നേരിട്ട് കുക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ഫ്രൈയിങ്ങിൽ തന്നെ കുക്കിംഗ് എല്ലാം കഴിയും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എടുക്കണമെങ്കിൽ പിന്നെ നമ്മളിതിനകത്ത് മസാലയൊക്കെ ചേർക്കുമ്പോൾ പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. അല്ലെങ്കിൽ ആ സമയത്ത് വീണ്ടും കുക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് വേറെ ഇത്തിരി ജോലികളുണ്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അതും കൂടെ ഇപ്പോൾ തന്നെ തീർത്ത് വയ്ക്കാം. അതായത് നമ്മുടെ മസാലകളെല്ലാം ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ആക്കി വയ്ക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് മസാലപ്പൊടികളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ഒരു സബ്ജിക്ക് വേണ്ട മസാല എല്ലാം ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ചേർക്കുന്നത് ഇത്തിരി മഞ്ഞൾപ്പൊടി, അടുത്ത് ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി ഒരു 1.25 സ്പൂണൊക്കെ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇവിടെ എരിവിനുള്ള മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി. പിന്നെ ഇത് ഞാൻ സബ്ജി മസാല നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ സബ്ജി മസാലയിൽ നിന്ന് അത് ഞാൻ ബോട്ടിലേക്ക് ഇട്ടിട്ടില്ല, പാക്കറ്റിൽ തന്നെയാണ്. ഇതിൽ നിന്ന് ഒരു കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിന് നമുക്ക് സബ്ജിക്ക് വേണ്ട ഉപ്പും കൂടെ ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. പൊടികളെല്ലാം ഞാൻ ഒന്ന് മിക്സ് ആക്കി. ഇനി നമുക്കിത് വെള്ളമൊഴിച്ച് മിക്സ് ആക്കാം. ഇങ്ങനെയാണ് ഇവിടെയുള്ളവർ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് പൊടികൾ പാനിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇവിടെയുള്ളവർ ഇങ്ങനെ ഇത് ഒരു ബൗളിൽ നല്ലപോലെ മിക്സ് ആക്കിയൊക്കെ വെക്കും. എന്നിട്ട് ഈ വെള്ളമാണ് അവർ മസാലയായിട്ട് ആ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ എനിക്കും തോന്നി ഇങ്ങനെ ചേർക്കുന്ന ഒരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലതാണ്, നല്ല മെത്തേഡാണ്. നമുക്ക് നല്ല മെത്തേഡുകളൊക്കെ കാണുമ്പോൾ നമുക്കും അത് സ്വീകരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതാ ഈ രീതിയിൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സബോളയൊക്കെ ഇട്ട് വഴറ്റുന്ന സമയത്ത് ഇത് നമുക്ക് അതിനകത്തേക്ക് പൊടിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ ബീൻസൊക്കെ ഒരുവിധം ഫ്രൈ ആയി വരുന്നു. ഇത്തിരി നേരം കൂടെ ഒന്ന് ഫ്രൈ ആവണം. കംപ്ലീറ്റ്ലി ഫ്രൈ ആയിട്ടില്ല. ഫുള്ളി ഫ്രൈ ആക്കി നമ്മൾ എടുക്കണമെങ്കിൽ നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ എന്താ അവിടെ വെജിറ്റബിൾസ് എല്ലാം തന്നെ ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ട്. ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും ബീൻസും എല്ലാ ഐറ്റംസും നമ്മൾ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയേക്കാണ്. പിന്നെ ഇതിനകത്തുണ്ടായിരുന്ന അധികമായിട്ടുണ്ടായിരുന്ന ഓയിൽ ഞാൻ എന്താ അവിടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ നമ്മുടെ സബ്ജി ഉണ്ടാക്കാനായിട്ട്
ഒരു സബോളയും പിന്നെ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തിട്ട് സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. അടിയിൽ ബീറ്റ്റൂട്ടിൻ്റെ ഒക്കെ കളർ പിടിച്ചിരിക്കുന്നതാണ്. ബീറ്റ്റൂട്ട് നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ കളറൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് പാനിൽ. നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സബോളയൊക്കെ ഇവിടെ നല്ലപോലെ വളർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരുന്ന തക്കാളി ഉണ്ടല്ലോ, തക്കാളിയുടെ ഒരു ക്യൂബ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന മസാല ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി മെൽറ്റാവാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല, ഇതിനകത്ത് തന്നെ കിടന്ന് മെൽറ്റായിക്കോളും. ഒത്തിരി ഇറന്ന് ഇളക്കിയൊക്കെ കൊടുക്കുമ്പോഴേക്കും തന്നെ മെൽറ്റായിക്കോളും. അപ്പോൾ നമുക്ക് ഈ മസാലയുടെ ബൗളൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കാം. നമുക്ക് ഈ സബ്ജീനെ കുഴമ്പ് ഭാഗത്തിനാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. നമ്മുടെ ഇഷ്ടം കേട്ടോ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ചിലവർ ഇത് കുഴമ്പ് ഭാഗത്തിനാക്കി എടുക്കാറുണ്ട്, ചിലവർ നല്ല ഡ്രൈ ആക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത വെള്ളമൊക്കെ തിളയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ മസാലയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് കോരി വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മൾ ഓൾറെഡി മസാലയുടെ ഒപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പൊന്നും ഇനിയിപ്പോൾ സെപ്പറേറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി ഒരു ടേസ്റ്റി സബ്ജി കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഇതിവിടെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തൊക്കെ ഉണ്ടാക്കാനുള്ള മടി കാരണം കൊണ്ടൊക്കെ ഉണ്ടാക്കാത്തതാണ്. പിന്നെ ഡെയിലി നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ സൺഡേയിലോ അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. ഇതിനകത്ത് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്കിടാം. ഗ്രീൻ പീസ്, പയർ, പിന്നെ വഴുതനങ്ങ, അങ്ങനെ എന്ത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ഇടാം കേട്ടോ. അതേപോലെ വറുത്ത് കോരി ഇടാൻ പറ്റുന്ന എന്ത് ഐറ്റം വേണമെങ്കിലും ഇടാം. കോളിഫ്ലവർ സബ്ജിയുടെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് നല്ല അടിപൊളി സൂപ്പർ സബ്ജിയാണ്. ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒക്കെ ഏത് കുട്ടികളും കഴിക്കാത്ത കുട്ടികളൊക്കെ കഴിച്ചു പോകും. നമ്മൾ ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേക ടേസ്റ്റാണ്. ഒരിക്കലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്, നമുക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സൂപ്പർ ടേസ്റ്റ് ഒന്നുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഗരം മസാലയൊക്കെ ചേർത്തിട്ടില്ല ഇവിടെ. നിങ്ങൾക്ക് എന്ത് മസാല വേണം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചിക്കൻ മസാല, ഗരം മസാല, മീറ്റ് മസാല, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് സബ്ജി മസാലയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്ജി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ അടിപൊളി ടേസ്റ്റി ആയിട്ടത്. ഞാൻ ഫ്ലെയിം ഓഫാക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫൈനലി ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാൻ ഇത്തിരി മല്ലിയിലയും കൂടെ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് മുളിക്കൊടുതായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിത് അടച്ച് വെച്ചിട്ട് പോയിട്ട് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിത് തുറക്കുമ്പോഴേക്കും നല്ലൊരു അടിപൊളി സൂപ്പർ മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ മൊത്തം സബ്ജിയിലേക്ക് ആയിട്ടുണ്ടാവും. നമ്മുടെ ഫ്ലെയിമൊക്കെ ഇപ്പോൾ ഓഫാണ്. അപ്പോൾ ഞാൻ അത് അടച്ചു വെക്കണം. അപ്പോൾ ഞാനൊരു സബ്ജി നിങ്ങളൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ റൈസ് മാത്രമേ വയ്ക്കാനുള്ളൂ. റൈസ് നമ്മുടെ 5 ബോൾ എടുത്ത് വെച്ചോളും. ഗ്യാസ് മേലേക്ക് ജസ്റ്റ് വെച്ചൊരു വിസിൽ വന്നാൽ മതിയല്ലോ. ഞങ്ങളുടെ UP റൈസാണ്. അത് 5 എന്തായാലും ചെയ്തോളൂ. ആ കുക്കിംഗ് പാട്ട് 5-നുള്ളത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, 5-നെ കൊണ്ട് പാത്രം കഴുകിച്ചൂടെ, കിച്ചണിൽ വർക്ക് ചെയ്യിപ്പിച്ചൂടെ, റൂമൊക്കെ അടിച്ചു കഴിച്ചൂടെ എന്നൊക്കെ. നല്ല മൂടൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ചെയ്തു തരാറുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും. പിന്നെ അധികമൊന്നും ഞാൻ പറയാറില്ല അങ്ങനത്തെ വർക്കുകളൊക്കെ. അതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യേണ്ട ഒരു ടൈം ആകുമ്പോൾ നമ്മൾ സ്വയം ചെയ്തോളും. ഞാനും ചെറുപ്പത്തിൽ അങ്ങനെ കിച്ചൺ വർക്കുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടേക്കൊക്കെ വന്ന് ഞങ്ങൾ പഠിപ്പിക്കാനൊക്കെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ഓരോന്നോരോന്ന് നമ്മുടെ കൂടെയുള്ളവരൊക്കെ ചെയ്യണ കണ്ട് അങ്ങനെ ചെയ്ത് പഠിച്ചതാണ്. അതുകൊണ്ട് കിച്ചണിലൊന്നും ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴൊന്നും ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ അപ്പച്ചൻ്റെ കൂടെ പറമ്പിലൊക്കെ വല്ല പണികളൊക്കെ ചെയ്യാറുണ്ട്. പുല്ല് പറിച്ചു കൊടുക്കാറുണ്ട്. പശുവും പോത്തും മൂരിയും ആടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പുല്ലരിഞ്ഞു കൊടുക്കണം, ചവറടിച്ച് വാരണം. അങ്ങനെ അപ്പച്ചൻ്റെ കൂടെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറമ്പിലെ ജോലികൾക്കൊക്കെ പോകാറുണ്ട്. കിച്ചൺ വർക്കിനൊന്നും ഞാൻ അധികം പോകാറില്ല. അമ്മേനെ കൊണ്ട് അങ്ങനെ അധികം കിച്ചൺ വർക്കുകളൊന്നും ചെയ്യിപ്പിക്കാറില്ല കേട്ടോ. ഞാൻ പിന്നെ അടിച്ചു വാരിയൊക്കെ ഇടാറുണ്ട്, അത്രയൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ ഇപ്പം എല്ലാം നമ്മൾ ചെയ്യേണ്ട ഒരു സമയമാകുമ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. പിന്നെ ഇപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പം എനിക്കിപ്പോൾ വയ്യാതിക്ക് ഇരിക്കണം, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ബിസി ചെയ്യണം എന്ന് ചെയ്തു തരാൻ പറഞ്ഞാൽ അപ്പോഴൊക്കെ ചെയ്തു തരും.
അപ്പം പിന്നെ അത് മാത്രമല്ല ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നതൊന്നും ആൾക്ക് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെയും ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ ചാനലിനെ കുറച്ചും കൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.